നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വന്തം അച്ഛന്റെ കൈയാൽ കൊല ചെയ്യപ്പെട്ട 2ാം ക്ലാസ്സുകാരി നക്ഷത്രയെ കേരളം അത്ര പെട്ടെന്ന് മറന്നിട്ടില്ല. ഇപ്പോൾ ഇതാ അതിപ്രധാനമായ ഏറ്റവും നടുക്കുന്ന ഒരു വിവരം പുറത്തുവരികയാണ്. 2ാം ക്ലാസ്സുകാരിയായ മകളെ മഴുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രതി ശ്രീ മഹേഷ് ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. മകളെ കൊന്ന കേസിലെ പ്രതി ശ്രീ മഹേഷ് ട്രെയിനിൽ നിന്നും ചാടി മരിച്ചിരിക്കുകയാണ്. കോടതിയിൽ നിന്നും കൊണ്ടുപോകുന്നത് വഴി ശാസ്താംകോട്ടയിലാണ് ആത്മഹത്യ സംഭവിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് 2:30 മെമു ട്രെയിനിൽ നിന്നാണ് ശ്രീ മഹേഷ് ചാടിയത്. വിചാരണയ്ക്ക് ശേഷം ജയിലിലേക്ക് കൊണ്ടുപോകും വഴിയാണ് പ്രതിയുടെ ആത്മഹത്യ. ആലപ്പുഴ കോടതിയിൽ നിന്നാണ് കൊണ്ടുവന്നത്. തിരികെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് പോകുന്ന വഴിയാണ് ശാസ്താംകോട്ടയിൽ വെച്ച് ട്രെയിനിൽ നിന്നും ശ്രീ മഹേഷ് ചാടി മരിച്ചത്. പോലീസ് കസ്റ്റഡിയിലിരിക്കുന്ന പ്രതിയാണ് ട്രെയിനിൽ നിന്നും ചാടി ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഏറെ നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ജൂൺ 7 രാത്രി 7:30 പുന്നമൂട് ആനക്കൂട്ടിൽ നക്ഷത്രയെ മഴു ഉപയോഗിച്ച് പിതാവ് ശ്രീ മഹേഷ് കൊലപ്പെടുത്തിയത്. മകളെ വെട്ടി കൊലപ്പെടുത്തിയ ശേഷം സ്വന്തം അമ്മയെയും പ്രതി വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നു. കേസിൽ അറസ്റ്റിലായി റിമാൻഡിലായതിനു പിന്നാലെ മാവേലിക്കര സബ് ജയിലിൽ വെച്ച് പ്രതി കഴുത്തു മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകിയിരുന്നു. സംഭവം നടന്നതിന്റെ 78ാം ദിവസം മാവേലിക്കര 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ശ്രീ മഹേഷ് നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചാണ് കൊലപാതകം നടത്തിയതെന്നാണ് കുറ്റപത്രത്തിലുള്ളത്. നക്ഷത്രയുടെ അമ്മ വിദ്യ 1.5 വർഷം മുൻപ് ജീവനൊടുക്കിയിരുന്നു. ഭാര്യയുടെ മരണശേഷം പുനർവിവാഹത്തിന് ശ്രീ മഹേഷ് ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. മകൾ ഉള്ളതുകൊണ്ടാണ് പുനർവിവാഹം നടക്കാത്തതെന്ന ആ ഒരു വിരോധത്തിന്റെ പുറത്തിലായിരുന്നു സ്വന്തം മകളെ ശ്രീ മഹേഷ് കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിലേക്ക് നയിച്ചതും അതാണ് എന്ന് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഒരു വനിതാ സിവിൽ പോലീസ് ഓഫീസറുമായി ശ്രീ മഹേഷിന്റെ വിവാഹം ഉറപ്പിച്ചിരുന്നു. പക്ഷേ മഹേഷിന്റെ സ്വഭാവത്തിൽ അസ്വാഭാവികത ഉണ്ടെന്നറിഞ്ഞ് വിവാഹത്തിൽ നിന്നും അവർ പിന്മാറുകയായിരുന്നു. ഇതിന്റെ വിരോധത്തിൽ മകളെ കൊലപ്പെടുത്തിയ ശേഷം വിവാഹം ആലോചിച്ച പെൺകുട്ടിയെയും കൊല്ലാൻ ശ്രീ മഹേഷ് പദ്ധതിയിട്ടിരുന്നു. ഈ വിവരങ്ങളെല്ലാം കേരളം ആ സമയത്ത് അറിഞ്ഞതാണ്. ഇതിനായി വീടിന് സമീപത്തുള്ള ഒരാളെ കൊണ്ട് മഴു നിർമ്മിച്ചതടക്കമുള്ള കാര്യങ്ങൾ കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നു. എന്തായാലും വിചാരണ കഴിഞ്ഞും മടങ്ങും വഴിയാണ് ഇപ്പോൾ പ്രതി ട്രെയിനിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. കേരളത്തെ അക്ഷരാർത്ഥത്തിൽ നടുക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു സ്വന്തം മകളെ പിതാവ് കൊലപ്പെടുത്തിയ ആ ഒരു സംഭവം. എന്തായാലും ആ സംഭവത്തിലെ പ്രതി ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്ന നടുക്കുന്ന മറ്റൊരു വാർത്തയാണ് ഇപ്പോൾ കേരളം അറിയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.